ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പരീക്ഷ നടന്നിരുന്നു. ഇന്ന് ലാബ് അറ്റൻഡർ എക്സാം ഇന്ന് PSC നടത്തിയിരുന്നു. അത് ഏകദേശം നമ്മുടെ LDC സിലബസുമായിട്ട് ബന്ധപ്പെട്ട LDCയുടെ അതേ സിലബസ് വെച്ചുള്ള എക്സാമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും PSC പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത LDC എഴുതുന്ന കൂട്ടുകാർക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമാവും. അപ്പോൾ നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതെന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? ഡോക്ടർ ഹെർമൻ ഗുട്ടാട്ട് മലയാള രാജ്യം ശരിയാണ്. ഫാദർ ക്ലെമന്റ് സംക്ഷേപ വേദാന്തം ശരിയാണ്. പാറമാക്കൽ തോമ കത്തനാർ വർത്തമാന പുസ്തകം ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഏതാണ്? അർണോസ് പാതിരി ക്രിസ്തു സഭ ചരിത്രം എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ഒന്നിൻ്റെ ആൻസർ അപ്പം ഓപ്ഷൻ സി ആണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ PSC ഇപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് കാലഗണന ക്രമം അനുസരിച്ച് രേഖപ്പെടുത്താൻ എന്നൊക്കെ. ഇപ്പോൾ അടുപ്പിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ഗുരുവായൂർ സത്യാഗ്രഹം തന്നിട്ടുണ്ട്, ചാലിയം സത്യാഗ്രഹം തന്നിട്ടുണ്ട്, ചാന്നാർ കലാപം, കുട്ടംകുളം സമരവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ കാലക്രമണ ഗണന അനുസരിച്ച് ക്രമപ്പെടുത്താം. അപ്പോൾ നമുക്കറിയാം ചാന്നാർ കലാപമായിരിക്കും ഒന്നാമത്, ചാന്നാർ കലാപം. അതുപോലെ രണ്ടാമത് ഏതാണ് വരുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഗുരുവായൂർ സത്യാഗ്രഹം. അത് കഴിഞ്ഞിട്ട് കുട്ടംകുളം സമരമാണ് കേട്ടോ, കുട്ടംകുളം സമരം. അത് കഴിഞ്ഞിട്ടാണ് അവസാനമാണ് പാലിയം സത്യാഗ്രഹം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3, 1, 4, 2 കേട്ടോ വരുന്നത് കേട്ടോ. 2ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. 1857 കലാപസ്ഥലം, നേതാക്കൾ എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബറേലിയിൽ ആരാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഖാൻ ബഹദൂർ ഖാനാണ് ബറേലിയിൽ സമരം നയിച്ചത്. 1857 വിപ്ലവം നയിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ബെറോട്ട് പർഗാന ആരാണ് നയിച്ചത്? ഷാമൽ കേട്ടോ, നേതാവാണ് ഷാമൽ. പിന്നെ ഫൈസാബാദ് നമുക്കറിയാം മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദ് വരുന്നത്. ബീഹാർ കൻവർ സിംഗ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇവിടെ ഒരിതുണ്ട്, അതായത് നമുക്ക് ഒരു ഓപ്ഷൻ അറിഞ്ഞാൽ പോലും തന്നെ കറക്റ്റായിട്ട് പോകും. ഇപ്പോൾ ബീഹാർ കൻവർ സിംഗ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ് ബീഹാർ കൻവർ സിംഗ്. അപ്പോൾ അതറിഞ്ഞാൽ പോലും നമുക്ക് ഈ ആൻസറിലോട്ട് എത്താൻ കഴിയും. കാരണം 4, 5 മാത്രമേ ഉള്ളൂ കണ്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് ഇരിക്കുമ്പം ചെയ്തു നോക്കണം. നമ്മളിപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും രണ്ടാമത്തെ അറിയത്തില്ലെങ്കിൽ ഒന്ന് ഓപ്ഷൻസിലൂടെ ഒന്ന് നോക്കി അന്നേരം എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു സ്മാർട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ബെൽഗാം സമ്മേളനം 1924 കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ ഇനി 31-ന് എക്സാം എഴുതുന്ന കൂട്ടുകാർ നമ്മുടെ ഈ ലോക വിപ്ലവങ്ങൾ, അതായത് അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ വിപ്ലവങ്ങളുടെ ബന്ധപ്പെട്ട പോയിന്റ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക. അതിനകത്തുനിന്ന് ഒരു മാർക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കറണ്ട് അഫയർ പാർട്ടിൽ നിന്നാണ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ്? നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് ഓപ്ഷൻ ബി, കോഴിക്കോടാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ പ്രത്യേകതകൾ കണ്ടെത്തുക. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്, അത് ശരിയാണ്. അതുപോലെ തന്നെ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നത്. അപ്പം 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 7ൻ്റെ ആൻസർ ഓപ്ഷൻ എ, 1ഉം 4ഉമാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകതകളായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഓപ്ഷൻ എ, മാനസ് സുബൻസിരിയാണ് കേട്ടോ. മാനസും സുബൻസിരിയുമാണ്. ഒമ്പതാമത്തെ ചോദ്യം, ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ സി, അട്ടപ്പാടിയാണ് കേട്ടോ. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്ന ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. അപ്പോൾ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതയായിട്ട് PSC പറഞ്ഞേക്കുന്നത് ഏതാണ്? 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് എന്താണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 10ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 11, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഭൂവൻ ഹസാരിക സേതു കേട്ടോ. ഭൂവൻ ഹസാരിക സേതു. 12ാമത്തെ ചോദ്യം, ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡികളും കണ്ടെത്തുക. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, രശ്മി മാല ശ്രീലങ്കയാണ് പേര് നൽകിയ രാജ്യം. 13ാമത്തെ ചോദ്യം, 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം?
എന്തെല്ലാമാണ്? വളരെ എളുപ്പമാണ്. നമുക്ക് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ ആഗോളവൽക്കരണമാണ് സവിശേഷതകളായിട്ട് വരുന്നത്. ദേശസാൽക്കരണം വരില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓൺലി 1 and 2 ആണ് വരുന്നത് കേട്ടോ. അത് നമ്മുടെ ഈ +1 ഞാൻ പറഞ്ഞിട്ടുണ്ട്, +1 NCERT ടെസ്റ്റ് നിങ്ങൾ NCERT ടെസ്റ്റ് എക്കണോമിക്സ് +1 എക്കണോമിക്സ് മാക്സിമം ഒന്ന് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അതിനകത്തുനിന്നാണ് നമ്മളിപ്പം കഴിഞ്ഞിട്ടുള്ള LD 2 LDയും അതുപോലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്വസ്റ്റ്യനും ഒക്കെ വന്നിട്ടുള്ളത് അതിനകത്താണ്. മാക്സിമം അതൊന്ന് വായിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. 14ാമത്തെ ചോദ്യം, നബാർഡ് സ്ഥാപിതമായ വർഷം എന്നാണ്. ഓപ്ഷൻ എ 1982 ആണ് കേട്ടോ. 15ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതും +1 NCERT ടെസ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി, കർഷകരുടെ കുടിയേറ്റമാണ് ഉൾപ്പെടാത്തത് കേട്ടോ. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം, ഇതെല്ലാം +1 NCERT ടെസ്റ്റിൽ നിന്നാണ് ഈ ഒരു ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഹരിത വിപ്ലവം അതൊന്ന് മാക്സിമം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. 16ാമത്തെ ചോദ്യം, കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജാർഖണ്ഡ് ആണ് കേട്ടോ. 17ാമത്തെ ചോദ്യം, 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. പുത്തൻ സാമ്പത്തിക നയം എന്നായിരുന്നു 1991 കേട്ടോ. 18 ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പങ്കജ് ചൗധരിയാണ്. അപ്പോൾ സഹമന്ത്രിമാർ വരെ ഇപ്പോൾ PSCക്ക് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, കേന്ദ്ര സഹമന്ത്രിമാർ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്കൊരു സഹമന്ത്രിമാർ വകുപ്പുകൾ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല, അത് ഒന്ന് അത് അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടേക്കാം സഹമന്ത്രിമാരുടെ. അപ്പോൾ കണ്ടോ, ധനകാര്യ വകുപ്പ് സഹമന്ത്രിയുടെ വരെ ഇത് ചോദിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ ഒരു ക്ലാസ് ചെയ്യാം. 19ാമത്തെ ചോദ്യം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, വളരെ എളുപ്പമാണ്, ഓപ്ഷൻ സി നിഫ്റ്റിയാണ്. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശമാണ് കേട്ടോ. 21ാമത്തെ ചോദ്യം, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കാം. നിയമനിർമ്മാണത്തിന് രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. ശരിയാണ്, അത് ശരിയാണ്. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. തെറ്റാണ്, ലോകസഭയിലാണ് ധനകാര്യ ബില്ലുകൾ വരുന്നത്, മണി ബില്ല്. നിയമനിർമ്മാണത്തിന് രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 22ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കർണാടകമാണ്. ഈ കൂട്ടത്തിൽ തന്നിരിക്കുന്നതിൽ കർണാടകയാണ് ദ്വിമണ്ഡലം ഉള്ളത് കേട്ടോ. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ആൻസർ ഓപ്ഷൻ സി, ബ്രിട്ടൻ്റെ ആണ്. 24ാമത്തെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല? ഇതിനകത്ത് ശരിയായത് വരുന്നത് അതികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. അതുപോലെ തന്നെ പാർലമെൻറ്റിലെ 2/3 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. 25ാമത്തെ ചോദ്യം കറണ്ട് അഫെയർ ആണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആണ് കേട്ടോ. 26ാമത് IPCക്ക് പകരം വന്നത് ഏതാണ്? ഭാരതീയ സുരക്ഷാ ന്യായ സംഹിതയാണ് കേട്ടോ. അതോടെ ഓർത്ത് വെച്ചോണം. 26ാമത് ചോദ്യം, നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് കേട്ടോ. അപ്പം നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു തിരുവനന്തപുരം ആയിക്കോട്ടെ, കൊല്ലം ആയിക്കോട്ടെ, കൊല്ലം കണ്ണൂർ ആയിക്കോട്ടെ, ഈ പരീക്ഷയ്ക്കും നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. 27ാമത് ചോദ്യം, താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള ആയിരുന്നു. ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളതാണ്. ആൻസർ 1 തെറ്റ്, 2 ശരി എന്നാണ്. അപ്പോൾ കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ആരാണ്? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഉത്തരവേദമെന്നാണ് ഇതിൻ്റെ അത്ര. കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ ഉള്ള മുഖ്യമന്ത്രിയുടെ പേര് കമൻറ്റ് ചെയ്യണം. അടുത്തത് കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് IRDP ആണ് ആദ്യം വരുന്നത്. IRDP, അത് കഴിഞ്ഞ് JRY, അതുപോലെ തന്നെ ഇതാണ് SGRY, പിന്നെ അതുപോലെ തന്നെ MRNGEREGS കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. 29ാമത് ചോദ്യം, 2008 കേരള നെൽവയൽ
തണ്ണീർത്തട സംരക്ഷണ നിയമം സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. ശരിയായിട്ടുള്ളതാണ്. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അതെപ്പോഴും ശരിയായിട്ടുള്ളതാണ്. പിന്നെ പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. തെറ്റായിട്ടുള്ളതാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ്. അതും തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3, 4 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് കേട്ടോ. ഇനി 30ാമത്തെ ചോദ്യം, ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനുകളുമാണെന്ന് ആർട്ടിക്കിൾ 315 എന്താണ് ആർട്ടിക്കിൾ 315? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് 315. 243K എന്താണ്? 243K എന്ന് പറഞ്ഞാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് 243K വരുന്നത്. 243I വരുന്നത് എന്താണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് 243I വരുന്നത്. 338 എന്താണ്? ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. 338 അനുച്ഛേദം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 31ാമത്തെ ചോദ്യം, വനിതാ ശിശു ക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള ക്ഷേമത്തിനായി നടപ്പിലാക്കിയ പദ്ധതികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അതായത് അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം കേട്ടോ. 32, ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരളമാണ്. കേരളത്തിൽ എവിടെയാണ്? ധർമ്മടം മണ്ഡലത്തിലാണ് കേട്ടോ. 33, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ നവജീവനാണ്. നവജീവൻ. 34, ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥിയാണ്. 35, താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ? ആൻസർ ഓപ്ഷൻ സി വിറ്റമിൻ ബി ആണ് കേട്ടോ. 36, ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്ററാണ്. 37, ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ഊർജ്ജം നൽകുക എന്നാണ്. 38, 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക കേട്ടോ. കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. 3R തത്വത്തിൻ്റെ. 39, എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന എലാസ്റ്റിക് ടിഷ്യൂ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ലിഗമെൻറ്റുകളാണ്. 40 എന്താണ്? 40ാം ചോദ്യം, താഴെ പറയുന്ന പോലെ അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? അത് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ക്യാൻസറാണ്. എന്താണ്? അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ കേട്ടോ. 41, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവർ ഏതാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഇതൊന്നും വരില്ല. അപ്പോൾ ഏതാണ്? ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. അപ്പോൾ മുതിർന്ന അംഗങ്ങളായിരിക്കും മിക്കവാറും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രയോജനം നേടാൻ ഉള്ളത് കേട്ടോ. ഓപ്ഷൻ എ ആണ്. 42, ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ധ്രുവങ്ങളിൽ നിന്നാണ്. 43, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയുടെ പേരെന്താണ്? ആൻസർ എ ഓപ്ഷൻ എ വികിരണമാണ്. 44, മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. 45, ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 14 ജൂലൈ 2023. 46, ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സുനിത വില്യംസ് ആണ്. 47, ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. 48, STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെ ഒരു മോളിൽ ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 22.4 ലിറ്ററാണ്. 49, വൈദ്യുതിയുടെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡേ ആണ്. 50, പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118 ഉള്ള മൂലകത്തിൻ്റെ പേരെന്താണ്? ഒഗാനസൺ ആണ്. ഓപ്ഷൻ എ ഒഗാനസൺ ആണ്. 51, ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡെമോക്രിറ്റസ് ആണ്. ഓപ്ഷൻ സി ഡെമോക്രിറ്റസ് ആണ്. 52, കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയുടെ പേരെന്താണ്? മുഖമാസിക. ആൻസർ ഓപ്ഷൻ എ കേളിയാണ്. 53, കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി തോന്നയ്ക്കലാണ്. 54, മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസന വികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി വിദ്യാ വിനോദിനിയാണ്. വിദ്യാ വിനോദിനി. 55, വയനാട് ദേശം പശ്ചാത്തലമാക്കി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ സി വല്ലിയാണ് കേട്ടോ. 56, ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ ഏത്? ആൻസർ ഓപ്ഷൻ ബി നീലവെളിച്ചമാണ്. നീലവെളിച്ചം.
57 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ് നോക്കട്ടെ. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്സ്, ശരിയാണ്. ഒളിമ്പിക്സ് സെമിഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ, ശരിയാണ്. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത, ശരിയാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ്. ഇവ മൂന്നും ശരിയായിട്ടുള്ളതാണ്. 58 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. പിന്നെ 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ, ശരിയാണ്. പിന്നെ 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷാമി, ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയെന്നാണ്. 59 കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പ്ലോട്ടറാണ്. 60 GPS-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്. 61 വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി കുക്കിയാണ്. 62 മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി കോപൈലറ്റ് ആണ്. 63 താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പൈത്തൺ ആണ്. 64 ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ്. 65 2012 പോക്സോ നിയമം ബാധകമാകുന്ന എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ മുഴുവനാണ്. 66 കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് CWCക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പോക്സോ ആണ് ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനുള്ളിലാണ് കേട്ടോ. 67 ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി യൂണിസെഫ് ആണ് കേട്ടോ. 68 ഗാർഹിക പീഡന നിയമം 2005 ഗാർഹിക പീഡനം എന്നാൽ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇതെല്ലാം വരും കേട്ടോ. സാമ്പത്തിക ദുരുപയോഗം വരും, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക വരും, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുകയും വരും. ഓപ്ഷൻ ഡി ആണ്. ABC ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 69 ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവൽ ഏതാണ് ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. തൊഴിലിടമാണ്. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർ ഗാർഹിക പീഡന നിയമത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ശാരീരിക ആക്രമണത്തിന് വിധേയമാക്കുക, സാമ്പത്തിക ആശ്വാസം, ഇതെല്ലാം ഗാർഹിക പീഡന നിയമത്തിൽ വരുന്നതാണ് കേട്ടോ. തൊഴിലിടം മാത്രമാണ് വരാത്തത്. 70ാമത്തെ ചോദ്യം ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ സി 1989. ഇനി മാത്സ് ആണ്. 71ാമത്തെ ചോദ്യം എന്താണ്? 2n - 2n-2 = 96 ആയാൽ എന്നിൻ്റെ വില എത്ര എന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഇവ ഒന്നും അല്ലെന്നാണ് വരുന്നത്. പിന്നെ 72ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 101. മാത്സ് അങ്ങ് പറഞ്ഞു പോവാണ്. 73ൻ്റെ ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉം ശരിയെന്നാണ്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ എ 5,40,000 എന്നാണ്. 75ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 3ഉം ശരി ആണെന്നാണ്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 18.6 സെക്കൻഡ് എന്നാണ്. 77ൻ്റെ ആൻസർ ഓപ്ഷൻ എ 89 എന്നാണ്. 78ൻ്റെ ആൻസർ ഓപ്ഷൻ സി 5:25:9 എന്നാണ്. 79ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 4 ആണ്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 81ൻ്റെ ആൻസർ വരുന്നത് 81ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസ് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദ ടീം പ്ലേസ് വെൽ ടുഗദർ എന്നാണ് വരുന്നത്. പിന്നെ 82 എന്താണ്? ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് എന്താണ് പറയുന്നത്? ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ ഷീ സെഡ്. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് വരുമ്പോൾ ഷീ സെഡ് ദാറ്റ് വരും. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോവിങ് ഡേ എന്നാണ്. ഫോളോവിങ് ഡേ ആണ് വരുന്നത്. വില്ല് വുഡാവുമേ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓപ്ഷൻ ബി അപ്പം പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ ബി. 82 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 83 ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് അണ്ടർലൈൻ ദ വേർഡ് ഇൻ ദ സെൻറ്റൻസ് ബിലോ. ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി ഇൻ ദ സ്പോട്ട് ലൈറ്റ് ഡ്യൂറിങ് ദ പെർഫോമൻസ്. അപ്പോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ എന്താണ് അത്? അഡ്വർബ് അല്ലേ? ഓപ്ഷൻ ബി അഡ്വർബാണ് ആൻസർ ആയിട്ട് വരുന്നത്. 84 ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. അപ്പം ഹാവിൻറ്റ് യു ആണ് വരുന്നത്. ഹാവിൻറ്റ് യു ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. 85 ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് that has been correctly transformed from active voice to passive voice. I write a letter. അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ എന്നാണ്. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ.
86 വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് സിനോണിം ഓഫ് വിവിഡ്. വിവിഡ് എന്താണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ്? വിവേഷ്യസ് എന്നാണ് വരുന്നത്, ഓപ്ഷൻ ബി. 87 ചൂസ് ദ അനാണിം ഓഫ് അർബനെ. അർബനെ എന്ന് വരുന്നത് അർബൻ റൂറലാണ്, ഓപ്ഷൻ സി റൂറൽ എന്നാണ് വരുന്നത് കേട്ടോ. 88 ഐഡൻറ്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഓഫ് എക്സസീവ്. എക്സസീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി മോഡറേറ്റ് എന്നാണ്. 89 വിച്ച് വേർഡ് ഈസ് മോസ്റ്റ് സിമിലർ ടു ദ റെസിലൻ്റ് എന്ന്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഫ്ലെക്സിബിൾ എന്നാണ് വരുന്നത്. 90-ാം ചോദ്യം ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ടു ചൂസ് നോട്ട് ടു യൂസ് എ വോട്ട് ഐദർ ഇൻ ഫേവർ ഓഫ് ഓർ എഗൻസ്റ്റ് സംതിങ്. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി അബ്സ്റ്റെയിൻ ആണ് വരുന്നത് കേട്ടോ. ഇനി മലയാളം 91-ാം ചോദ്യം കച്ചകെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ആശയം താഴെ പറയുന്നവൽ എന്താണ്? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് സന്നദ്ധമാകുക. കച്ചകെട്ടി ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് എന്താണ്? സന്നദ്ധമായി ഇറങ്ങുക എന്നല്ലേ. പിന്നെ 92 അലയാഴി. അലയാഴി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? അല പ്ലസ് ആഴിയാണ് കേട്ടോ. അല പ്ലസ് ആഴി ഓപ്ഷൻ ബി ആണ്. തലമുടി എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തുഹിനമാണ് കേട്ടോ. 94 താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പദങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ പദം ഉത്തരവാദിത്വം ശരിയായിട്ടുള്ളതാണ്. കൃതജ്ഞതയും ശരിയാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉമാണ് കേട്ടോ. 1ഉം 3ഉമാണ്. ഉത്തരവാദിത്വം ഇങ്ങനെയാണോ എഴുതുന്നത്? പ്രൊവിഷണൽ ആൻസർ വെച്ചാണ് ഉത്തരവാദിത്വം എന്നല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. കൃതജ്ഞത ശരിയാണ്. അനന്തരവൻ ശരിയല്ല, അനന്തരവൻ എന്ന് ശരിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ പ്രൊവിഷണൽ ആൻസർ വെച്ച് ഓപ്ഷൻ സി ആണ് കേട്ടോ. 95 ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി എന്ന് എന്താണ്? ഔചിത്യം. ഓപ്ഷൻ എ ഔചിത്യം. 96 ഋതം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അനിർത്തം എന്നാണ്. 97 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? 4ഓ 5ഓ എന്നല്ലേ. 4-5 എന്ന് പറയുമ്പോൾ എന്താണ്? 4ഓ 5ഓ. 98 ചേർത്ത് എഴുതുക. കൽപ്ലസ് മതം എന്താണ്? ഓപ്ഷൻ ഡി കന്മതമാണ് വരുന്നത്. 99 പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം മലയാളം ചൊല്ല് ഏതെന്ന് വരുന്ന ചോദിക്കുന്നത്? ഓപ്ഷൻ ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. 100-ാമത്തെ ചോദ്യം താഴെ പറയുന്നത് സല്ലിംഗ ബഹുവചനത്തെ ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ഡി അധ്യാപികമാർന്നാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ന് നടന്ന ലാബ് അറ്റൻഡർ എക്സാമിൻ്റെ, അതായത് എൽ ഡി സി സിലബസ് എന്നുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ സഹമന്ത്രിമാരുടെ നമ്മൾ ക്ലാസ് ഇട്ടില്ലായിരുന്നു. അപ്പോൾ സഹമന്ത്രിമാരുടെ വകുപ്പുകൾ വെച്ചൊരു ക്ലാസ് ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.